നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ അന്വേഷിച്ചു വന്ന ആയുധം കിട്ടി. ഇപ്പൊ തന്നെ ആത്മാവിനെ അന്വേഷിച്ച് പോവാണ്. ചെകുത്താന്മാരുടെ പദ്ധതി ഈ പുണ്യഭൂമിയിൽ നടക്കില്ല. അത് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അതിവിടെ വെച്ച് ഓടിക്കോ. വെറും കൈയോടെ പോവാനല്ല ഞാൻ ഇവിടെ വരെ വന്നത്. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആയുധം മാത്രമല്ല, ആ ഏഴാമത്തെ ആത്മാവും എത്രയും വേഗം ചെകുത്താനോടൊപ്പം ചേരും. ഇത് നീ എന്നല്ല, ഒരു ദൈവശക്തി വിചാരിച്ചാലും തടുക്കാൻ കഴിയില്ല. വരൂ ബോസ്. എന്താ അശോക്, അനാമിക എന്ത് ചെയ്തോണ്ടിരിക്കുക? എന്ത് ചെയ്യാന്നോ, പ്രിവ്യൂ റൂമിലിരുന്ന് ഒരേ കരച്ചിൽ തന്നെ എപ്പോഴും. പിന്നെ ബോസ് പറഞ്ഞോണ്ട് ചെയ്തോണ്ടാ. ഞാൻ പറയുന്നതേ ചെയ്യുള്ളൂ അശോക്. 100 ദിവസത്തേക്ക് വെച്ച ബെറ്റ് 4 ദിവസത്തെ തീർക്കാൻ പോവാ. സൂപ്പർ ബോസ്. വരൂ ബോസ്, വാ. ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുക. 2 minutes. അനാമിക്ക് ഇപ്പൊ ഇൻസ്റ്റാൾ ആയി. സൂപ്പർ. ഒരു പ്രശ്നമില്ല, വൈറസിന്റെ ഇഷ്യൂ ആയിരുന്നു. ഞാൻ വീണ്ടും റെൻഡറിംഗ് ഇട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോളും. നിങ്ങളൊന്ന് സമാധാനമായിട്ട് നിൽക്ക്. ഇതെന്താ റെൻഡറിംഗ് ടൈം 2 ദിവസം കാണിക്കുന്നേ? അയ്യോ, ഇതിന്റെ പ്രസന്റേഷൻ ഇന്നാ. ബോസ് വരുമ്പോ കാണിക്കാനുള്ളതാ ഇത്. ഒന്ന് ക്ഷമിക്ക്, ഇങ്ങനെ പേടിക്കുന്നെന്തിനാ? റോ ഫയൽസ് ആരുടെ കയ്യിലുള്ള? എന്റെ കയ്യിലുണ്ട്. അത് തന്നെ. ഇതാ. ഇത്രേ ഉള്ളൂ. ഒരു അരമണിക്കൂറിൽ റെൻഡർ ആവും. ഇതിനാണോ ഇത്രയും നേരം ടെൻഷൻ അടിച്ചത് നിങ്ങള്? ഇനിയെങ്കിലും ഒന്ന് സമാധാനിക്ക്.
ഇത് വെറും വൈറസ് ബഗ് ഇഷ്യൂ ആയിരുന്നില്ലേ? സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഈ കാര്യത്തിനൊക്കെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? താങ്ക് യു സോ മച്ച്. ശരിയാക്കിയല്ലോ. ഓക്കെ, ഇയാളിന് ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ പ്രസന്റേഷൻ മൊത്തത്തിൽ കോളമായി പോയേനെ. താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. സാർ, ഇതിനു വേണ്ടിയാണോ എന്നോട് ഇത്ര തിടുക്കത്തിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അശോക്? അനാമിക ഇവിടെ കരഞ്ഞോണ്ടിരിക്കുക. പ്രോജക്റ്റ് മുഴുവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്നാ ഇപ്പോ അവളുടെ പ്രോജക്റ്റിന് ഒരു കുഴപ്പമില്ല. അവള് ചിരിച്ചോണ്ടിരിക്കുക. നീയാണ് ഇതെല്ലാം കുളമാക്കിയത് അശോക്. സാർ, ഞാനൊന്നും ചെയ്തില്ല സാർ. വേറെ ആരാ? സാർ, സാർ നന്ദയാ. Who the hell is നന്ദ? നന്ദ സാർ, കൃഷ്ണകുമാർ എന്ന് അനിമേഷൻ ഹെഡായിട്ട് അവനെ സെലക്ട് ചെയ്തിരുന്നത്. അതിനുശേഷം സാർ അവനെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അനാമികയെ സെലക്ട് ചെയ്തു. My food. ഞാൻ അവനെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ? സാർ, അനിമേഷൻ ഹെഡായിട്ടല്ലേ വേണ്ടാന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അക്കൗണ്ടന്റായിട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. നമ്മുടെ കൃഷ്ണമൂർത്തിയാ അവന് അക്കൗണ്ടന്റ് ജോലി കൊടുത്തു സാറേ. അതുകൊണ്ട് അവൻ ഞാനിട്ട പ്ലാൻ തകർത്ത് കളഞ്ഞില്ലേ? ശരിയല്ലേ? ഈ പ്രശ്നം ഞാൻ വിചാരിച്ച പോലെ നടന്നിരുന്നെങ്കിൽ ഈ സമയത്ത് അനാമിക. സാർ, സാർ ഇനി അവസരം വരും. സാറൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ എല്ലാം വരൂ അനാമിക. തന്റെ പ്രോജക്റ്റിനെ പറ്റി സംസാരിച്ചോണ്ടിരുന്നേ. ഇരിക്കും. പ്രസന്റേഷൻ വളരെ നന്നായിട്ടുണ്ടെന്ന് അശോക് പറഞ്ഞു. താങ്ക് യു ഋഷി. പക്ഷെ അതിനു മുമ്പ് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അറിഞ്ഞു. ഇപ്പോഴും അശോക് ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞു. ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇന്ന് പ്രസന്റേഷൻ നടത്താൻ പറ്റില്ലെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. സത്യം പറഞ്ഞാ ഇപ്പോഴെനിക്ക് ശ്വാസം തിരിച്ചു കിട്ടിയത്. അനാമിക, ഇതൊരു പ്രശ്നമേ അല്ല. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതെന്താ ഋഷി അങ്ങനെ പറഞ്ഞേ? അതെ അനാമിക, ഇന്ന് ഈ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, ക്ലൈന്റ് മീറ്റിംഗ് 2 ദിവസത്തേക്ക് മാറ്റിവെക്കും. തനിക്ക് വേണ്ടി ഇതുകൂടി ഞാൻ ചെയ്യില്ലെന്നുണ്ടോ? അയ്യോ, അങ്ങനെ ചെയ്യരുത് ഋഷി. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. തുടക്കത്തിൽ തന്നെ എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമ്മുടെ പ്രോജക്റ്റിനെ ബാധിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എന്നാ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് സംശയമുള്ളത്, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന പ്രോജക്റ്റ് ഇന്നിങ്ങനെ പെട്ടെന്ന് വൈറസ് ബഗ്ഗാവുന്നത്. അത് വിട്ടുകൾ അനാമിക. വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്തിനാ? ആ മാറ്റർ സോൾവ് ആയില്ലേ. ആരും വേണോന്ന് വെച്ച് വൈറസ് ഒന്നും ബഗ് ചെയ്യില്ലല്ലോ. ആ കാര്യമൊക്കെ വിട്ടുകളാന്നേ. അശോക്,